ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഓണമാണ്. ഞങ്ങളുടെ ഓണം ഇന്ന് സ്വിറ്റ്സർലൻഡും ഇറ്റലിയും പാതിയാണ്. കാരണം നമ്മൾ ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറ്റലിയിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങൾ റെഡിയായി. ഇനി എല്ലാവരും ഓരോ ബാഗൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് വണ്ടീൻ്റെ അവിടേക്ക് പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും വക ഹാപ്പി ഓണം. ഇറ്റലിയിലെത്തി. നമ്മൾ ലഞ്ചിനാണ് കയറിയിരിക്കുന്നത്. ആദ്യം തന്നെ ഇവിടുന്ന് നമ്മളിപ്പോൾ കോമോ സിറ്റിയിലാണുള്ളത്, ഇറ്റലിയിലെ. ഇവിടെ തന്നെ നമ്മൾ കോമോ ലേക്കിലേക്ക് ഇപ്പോൾ പോകും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പം ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ക്ലൈമറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ വെയിലും കുറച്ച് ചൂടൊക്കെയാണ്. അധികം കുത്തുന്ന ചൂടല്ല, പക്ഷേ വെയിലുണ്ട് നല്ലോണം. അത് ഈ സമയത്തിൻ്റെ ആവാം. നമ്മൾ തിരുവോണത്തിലെ ഓണസദ്യയുടെ ഫസ്റ്റ് വിഭവമായിട്ട് നമ്മൾ ഈ സൂപ്പ് കുടിക്കാൻ തുടങ്ങി. ഇനി അവർ മെയിൻ കോഴ്സ് കൊണ്ടുതരും. അപ്പുറത്തെ ടേബിളിൽ മെയിൻ കോഴ്സ് ഓൾറെഡി എത്തി. ഇനി ഇവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. റൈസ് എത്തി. ഈ ബൗളിലാണ് റൈസ് ഇടേണ്ടത് ഇവരുടെ ഒരു രീതിയിൽ. ഓക്കെ, ഇത് ഫിഷാണ്. അത് നമ്മൾ ഈ ഒരു ബൗളിൽ അല്ല പ്ലേറ്റിലിടും. നെക്സ്റ്റ് തമ്പൂര വന്നു. പിന്നെ ഇതെന്തോ സാലഡ് പോലെ. നമ്മൾ ഡെസേർട്ടിന് വെയിറ്റ് ചെയ്ത് ഡെസേർട്ടായിട്ട് വന്നത് വാട്ടർമെലൺ. ഞാൻ വല്ല ഐസ്ക്രീമോ ചീസ് കേക്കോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മളിപ്പോൾ കോമോ ലേക്കിൻ്റെ അടുത്തെത്തി. ആ കാണുന്നതാണ് കോമോ ലേക്ക്. അപ്പം നമുക്കിവിടെ കുറച്ച് സമയമുണ്ട്. കുറച്ച് നടക്കുക, അവിടെ ഇവിടെയൊക്കെ നടക്കുക. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പം നമ്മളിതാ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ഈ ഒരു ഇട്ടാവട്ടത്ത് നമ്മളിങ്ങനെ നടന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാം. കോമോ സിറ്റി കഴിഞ്ഞ് നമ്മളിപ്പോൾ പാഡുവയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ പോണത് സെൻറ്റ് ആൻ്റണീസ് പള്ളിയിലേക്കാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ആ പള്ളീൻ്റെ അടുത്തേക്ക് കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്ന് പോകണം. ഇപ്പോൾ ഉച്ചയ്ക്കത്തെ ആ ഒരു ചൂടും ഒന്നുമില്ല. ഒരു ചെറിയ 23 ഡിഗ്രിയാണ്. പക്ഷേ വലിയ തണുപ്പൊന്നും പറയാനില്ല. നല്ലൊരു നടന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. നമ്മളിത് കഴിഞ്ഞ് നേരെ നമ്മൾ ഹോട്ടലിലോട്ടാണ് പോണത്. എല്ലാവരും കുറച്ച് നടക്കാനൊക്കെ റെഡിയായി ഇങ്ങനെ ആ സെൻറ്റ് ആൻ്റണീസ് പള്ളീൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുക. നല്ലൊരു നടക്കുന്ന വഴി, ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള. ഇവിടെ എല്ലാവരോടും കുറച്ച് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അടിച്ചു മാറ്റാനായിട്ട് കുറേ ടീമുണ്ടാവും, ഫ്രാൻസിലെ പോലെ തന്നെ. അപ്പം എല്ലാവരോടും പ്രിക്കോഷനൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ബാഗ് കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അറ്റ് ആർ ഓൺ റിസ്ക് ഇതിൽ വണ്ടിയിൽ തന്നെ വെക്കുക. അപ്പം നമ്മളതിൽ വലിയ വിലപ്പെട്ട സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാഗൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതാ പോവാണ്. നല്ല സ്കൈയും നല്ല ബ്യൂട്ടിഫുൾ സ്കൈ. ഞാനല്ല ആദ്യം നടന്നത്, ഞാൻ മുന്നിലായി എന്നേ ഉള്ളൂ. വഴി മാറി തിരിച്ച് അങ്ങോട്ടേക്കാണ് പോണത്. ഇത് അവിടെ കുറേ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കുറേ പേര് ഇങ്ങനെ കുഞ്ഞു പപ്പികളെയും കൊണ്ട് നടക്കുക. എല്ലാവരും ഓൾമോസ്റ്റ് അധികം പേരെ കയ്യിലും ഉണ്ടാവും. ഇതാ അടുത്ത പപ്പി. ഇതാ ഇത് ക്യൂട്ടാ. ഇത് പള്ളിയുടെ എക്സിറ്റിലേക്കുള്ള ആ ഒരു വഴിയാണ്. അകത്തുനിന്ന് ഫോട്ടോവും വീഡിയോ എല്ലാം പ്രോഹിബിറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്.
നല്ല വലിയ പള്ളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് എല്ലാ ഭാഗവും കണ്ടു. പിന്നെ സെൻറ്റ് ആൻ്റണീസിൻ്റെ ഓരോ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, നാവ്, പിന്നെ ജോ, അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടു, കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ കയറിയ അവിടെ തന്നെയാണ് ഇപ്പോൾ തിരിച്ച് എക്സിറ്റ് വഴി എത്തിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരം ഇവിടെ സമയമുണ്ട്. എന്നിട്ട് നമ്മൾ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകും. ഇന്നത്തെ കറക്കെല്ലാം കഴിഞ്ഞു. നമുക്കിതാ റൂമിലേക്ക് പോകാനുള്ള സമയമായി. ഞാനിപ്പം കറക്റ്റ് സെൻറ്റ് ആൻ്റണീസ് പള്ളിയുടെ മുന്നിലാണ് ഉള്ളത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും പള്ളീൻ്റെ മുന്നിൽ കയറി ഞാൻ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഫ്രെയിമിൽ വന്നു. അപ്പം എന്നോട് മാറാൻ പറഞ്ഞതാ. ഓക്കെ, അപ്പം പള്ളീൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനെല്ലാം പറ്റി. ഇനി ഇവിടുന്ന് 15 minutes ആണ് നമ്മുടെ റൂമിലേക്കുള്ള ആ ഒരു സമയം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നാളത്തെ വീഡിയോ ആയിട്ട്, നാളത്തെ പുതിയ കാഴ്ചകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.